ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. കുറച്ച് പൈസ അത്യാവശ്യമാണ്. താലിമാലയൊക്കെ മേടിക്കണം. അപ്പോൾ നേരെ നമ്മുടെ ശ്രുതിയുടെ അമ്മേനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ, നോക്കട്ടെ മോളെ, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്. അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഞാൻ കൊണ്ടുതരാം മോളെ. മോളെ കാണാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതിക്ക് കുറച്ച് സമാധാനമായി. പക്ഷേ സ്വർണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവിടെ അച്ഛനെ വേണമെന്നോ അപ്പോൾ അച്ഛനെ കൊണ്ടുവരാൻ ഏതായാലും പറ്റിയില്ല. നമ്മുടെ ശ്രുതിക്ക് അത് മാത്രമല്ല, ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടുവന്നാൽ പൊക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രുതി അവിടെ ഒരു കുറുക്ക് വഴി ഉപയോഗിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു ദിവസം എന്തെങ്കിലും പ്രശ്നം ഇതിനേക്കാളും വലിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ ഒക്കെ ശ്രദ്ധ മാറുമല്ലോ. ചന്ദ്രയുടെയൊക്കെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വിഷയത്തിലേക്കായി പോകും. സച്ചിയുടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ വിഷയം, അതായത് ചന്ദ്രയ്ക്ക് ഇപ്പോൾ ശ്രുതിയുടെ അച്ഛനെ കാണണമെന്നാണല്ലോ, ആ സംഭവം മറന്നു പോകും. അവിടെ ആ ഒരു പ്രശ്നമൊക്കെ മാറിപ്പോകും. അതുപോലെ തന്നെ സച്ചിനെ ആയിരിക്കും എല്ലാവരെയും കേന്ദ്രീകരിക്കുക. സച്ചി ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സച്ചിയുടെ മേൽ കൊണ്ടിടണം ആ ഒരു സമയത്ത്. എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. സച്ചിനെ രേവതിനെ രക്ഷമാക്കി കഴിഞ്ഞാലേ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അവിടെ സച്ചിയാണല്ലോ മൊത്തം പ്രശ്നക്കാരൻ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം സച്ചിയുടെ തലയിൽ കൊണ്ടിടാൻ വേണ്ടി ശ്രുതി തീരുമാനിക്കുകയാണ്. അന്നേ ആ ഒരു ദിവസം ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ രേവതിയുടെ അമ്മയെയും അനിയത്തിനെയും ശരത്തിനെയും അപ്പോൾ ആ ഒരു സീനെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് സംസാരിക്കാൻ വേറൊന്നുമില്ല. വേറൊരു വിഷയവുമല്ല അവർ സംസാരിക്കുന്നത്, നമ്മുടെ ശരത്തിനെക്കുറിച്ച് തന്നെയാണ്. ശരത്തിനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല സച്ചിയോട് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ രേവതി ഇങ്ങനെ ശരത്തിനെ വഴക്ക് പറയുകയാണ്. അത് മാത്രമല്ല, നീ കാരണം ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്, അയാളുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട് നീ അവസാനിപ്പിച്ചോ. പൈസ എന്നും പറഞ്ഞ് ചാകാൻ കിടക്കരുത്. എല്ലാറ്റിനും പൈസയല്ലേ ആവശ്യം. സ്നേഹബന്ധങ്ങൾ അതാണ് വേണ്ടത്. അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ മാത്രം മതി ഒരു മനുഷ്യന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രേവതി ശരത്തിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ശരത്ത് ഈ സമയത്ത് പോയപ്പോഴേക്കും വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടപ്പുണ്ട്. അതിൽ സച്ചിയേട്ടനെ പങ്കെടുപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ ആ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു നീ പറഞ്ഞു മനസ്സിലാക്കണം സച്ചിനെ, നല്ലൊരു ചടങ്ങല്ലേ നടക്കുന്നത്, അതിന് നല്ല രീതിയിൽ പങ്കെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞ് അവരെ ഇങ്ങനെ മനസ്സിലാക്കുക. ലക്ഷ്മി ഇങ്ങനെ രേവതിയെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ നോക്കണം മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ തന്നെയാണ്. അങ്ങനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ശ്രുതി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് പെട്ടെന്ന് കയറി വന്നിട്ട്, അതെ ശ്രുതി, മേഡത്തിൻ്റെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാം എന്നെ കാണാനോ. അതാരം? അത് ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. പേര് പറഞ്ഞ് അത് ലക്ഷ്മി എന്നോ അങ്ങനെ എന്തോ പേരാണ് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും ലക്ഷ്മി എന്നല്ലല്ലോ, ഞാൻ മറന്നു കേട്ടോ. ശ്രുതി, നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ പേര് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി മനസ്സിലായി അമ്മയാണെന്ന്. അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഓടി ചെന്നിട്ട് അമ്മ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു, ഒരു അമ്മ എന്നല്ലേ വിളിക്കുന്നത് കേട്ടോ, സ്റ്റാഫൊന്നും അറിയില്ല, നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ്, അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് പറഞ്ഞു, സ്റ്റാഫിനോട് പറഞ്ഞു, അത് പിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ അകത്തേക്ക് കയറ്റി വിടരുത്. എന്നോട് വന്ന് ചോദിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കയറ്റി വിടാവുള്ളൂ. ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരക്കാണ്, കസ്റ്റമർ അകത്തുണ്ട് എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി മാ എന്ന് പറഞ്ഞ് ആ സ്ത്രീ അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്ന. അങ്ങനെ ശ്രുതി പറഞ്ഞു, എന്തിനാ അമ്മ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? വരേണ്ട കാര്യമില്ലായിരുന്നു. എവിടെയാന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ടത്തേക്ക് വരാമായിരുന്നല്ലോ. ഹേയ്, അതൊന്നും സാരമില്ല മോളെ, എനിക്ക് മോളെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയാം നീ വരില്ലെന്ന്, അതിന് പകരമായിട്ട് നീ വേറെ ആരെങ്കിലും പറഞ്ഞു വിടും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടത്തേക്ക് വന്നത്. അല്ല, ആദ്യം അവന് തൊട്ടടുത്തൊരു വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന്. അവന് എക്സാമൊക്കെ അല്ലേ, അപ്പോൾ അവനെ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ അവിടെ ആകെ, അവനാണെങ്കിൽ ഏത് നേരവും ആൻറ്റി എന്തി കല്യാണി ആൻറ്റി എന്തി എന്ന് തിരക്കാറുണ്ട്. പിന്നെ അവന് പ്രായമൊക്കെ ആയിട്ട് വരികയില്ല, അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അറിയില്ല എന്തായി തീരുന്നതെന്ന്. പിന്നെ മോളെ അതോർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട്, മോക്കിപ്പോൾ പൈസ ആണല്ലോ ആവശ്യം. അതെ, എനിക്കിപ്പോൾ പൈസ തന്നെ അമ്മ അത്യാവശ്യം. ഈ താലി മാറ്റ ചടങ്ങ്, ഈ മാറ്റ ചടങ്ങ് അങ്ങ് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ വട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അറിയാലോ, ആ വീട്ടിൽ എൻ്റെ വിവാഹം മാത്രം നല്ല രീതിയിൽ നടന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സച്ചിയുടെയും രേവതിയുടെയും വിവാഹം നടന്നത്. അതുപോലെ തന്നെ ശ്രീകാന്ത് പശുവിനെ വിളിച്ചുകൊണ്ട്
എൻ്റെയും ശ്രുതിയുടെ വിവാഹമാണല്ലോ നല്ല രീതിയിൽ നടന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ നോക്കിട്ടോ. അപ്പോൾ പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്? കള്ളം പറഞ്ഞ് നടത്തിയ വിവാഹം എന്നായിരിക്കും അല്ലേ? അതെ, കള്ളം പറഞ്ഞ് നടത്തിയ വിവാഹം തന്നെയാണ്. അല്ലാതെ ഈ ശ്രുതിക്ക് വേറൊരു വിവാഹം ഉണ്ടാവില്ലെന്ന് അമ്മയ്ക്കറിയാലോ. എൻ്റെ ജീവിതമോ തൊലഞ്ഞു പോകാൻ നിന്ന ആ ഒരു സമയത്തോ എന്തോ പെട്ടെന്ന് ഞാൻ ശ്രുതിയുടെ അമ്മേനെ കണ്ടതും ഈ ഒരു വിവാഹമൊക്കെ നടന്നതും അതൊക്കെ ദൈവനിശ്ചയം പോലെയാണ് ഞാനിപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. പറഞ്ഞ കള്ളങ്ങളൊന്നും തിരുത്തി പറയാൻ എന്നെക്കൊണ്ടാവില്ല. അതെനിക്കറിയാം മോളെ. കള്ളം പറഞ്ഞാൽ എത്ര നാൾ നീ നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ അമ്മയുടെ കണ്ണടയുന്നവരെ നീ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനാണ് ഈ അമ്മയ്ക്ക് ആഗ്രഹം. അത് കഴിയുമ്പോൾ ആദിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആദിയെക്കുറിച്ച് ഓർത്തിട്ട് അമ്മ വിഷമിക്കുകയേ വേണ്ട. അമ്മയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ആദിയെ ഞാൻ പൊന്നുപോലെ നോക്കും. അത് അമ്മയ്ക്ക് ഞാൻ വാക്ക് തരുക. പിന്നെ പൈസ അമ്മ കൊണ്ടുവന്നോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മോളെ. ഇന്നാ പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ എടുത്ത് കൊടുത്തപ്പോൾ, "ഏയ് ഇത്രയും പൈസയോ? ഇത് പറഞ്ഞ പൈസ തന്നെ ഫുള്ളുണ്ടോ?" "ആ പറഞ്ഞ പൈസ ഫുള്ളുണ്ട്." "അല്ല അമ്മയ്ക്ക് എവിടുന്നാ ഈ പൈസ? ഇത്രയും പൈസ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടി?" "അത് പിന്നെ വേറെ എവിടുന്നും അല്ല. കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ സ്വർണ്ണമോ അമ്മയ്ക്കോ? അമ്മയ്ക്ക് എവിടുന്നാ സ്വർണ്ണം കിട്ടിയത്?" "അത് പിന്നെ മോളെ എൻ്റെ സ്വർണ്ണമല്ല, ഇരിപ്പുണ്ടായിരുന്നോ? നിൻ്റെ സ്വർണ്ണം ഇരിപ്പുണ്ടായിരുന്നോ?" "അത് പിന്നെ മോളെ മോളുടെ ആദ്യത്തെ കല്യാണത്തിൻ്റെ താലിയും മാലയും ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. കല്യാണം ശരിയായിട്ട് പോയില്ല എങ്കിലും നന്നായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ഓർമ്മയായിട്ട് ഞാൻ ആ താലിയും മാലയും ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിറ്റ പൈസ ഇതിപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയുണ്ടെന്ന് അറിയാലോ നിനക്ക്. അന്ന് എന്തോ ഒരു പവന് 10,000 രൂപ വെച്ച് മേടിച്ചതായിരുന്നു. ഇന്ന് അതിന് നല്ല തുക കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ മേടിക്കാതിരിക്കാനും പറ്റില്ല. മേടിക്കാനും ഒരു ദഹിക്കാത്ത പോലെ നമ്മുടെ ശ്രുതി അതിങ്ങ് മേടിക്കുകയാണ്. അതിങ്ങ് മേടിച്ച ഉടനെ തന്നെയാണ് പിന്നെ പുറത്തെ സീൻ കാണിക്കുന്നത്. ബ്യൂട്ടി പാർലറിന് നമ്മുടെ ചന്ദ്ര ഇങ്ങ് ഇറങ്ങി വരുവാണ് കേട്ടോ. ചന്ദ്ര കയറി വന്നു. ചന്ദ്രയ്ക്കാണെങ്കിൽ ആ ഗ്രീൻ ഡാൻസ് എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ നല്ല ദേഷ്യം തുടങ്ങി കേട്ടോ. പേരെഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചന്ദ്രാസ് വേൾഡ് എന്നായിരുന്നു. മാറ്റി കഴിഞ്ഞപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഒക്കെ നോക്കി പുറത്ത് ഇങ്ങനെ അകത്തേക്ക് കയറി വരിക. ഉടനെ തന്നെ സ്റ്റാഫ് എന്താ മേഡം എന്ന് ചോദിച്ചപ്പോൾ തന്നെ പിന്നെ ശ്രുതി എന്ത് ചെയ്യും? ആ ശ്രുതി മേഡം അകത്തുണ്ട്, ശ്രുതി മാം അകത്തുണ്ട്, എനിക്ക് ശ്രുതിനെ കാണണം, ഞാനൊന്ന് അകത്ത് കയറി പൊക്കോട്ടെ. അയ്യോ മേഡം ഇപ്പം കയറി പോകരുത് പ്ലീസ്, അവിടെ ഒരു കസ്റ്റമർ ഉണ്ട്. ഓഹോ, എന്ത് കസ്റ്റമറാ? ഏത് കസ്റ്റമർ? ഇതേ എൻ്റെ മോളുടെ കൂടെ ബ്യൂട്ടി പാർലറാ. അപ്പം പിന്നെ എനിക്കെന്താ ഇവിടെ അവകാശം അധികാരം ഒന്നുമില്ലേ? പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ അവളെ കാണാം. അത് കൊള്ളാമല്ലോ. അതെന്ത് പറ്റി? അതെന്ത് കസ്റ്റമറാ ഉള്ളത്? ഓഹോ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കിപ്പോൾ ശ്രുതിനെ കാണണം. അവൾ ആരാന്ന് അറിയാലോ, എൻ്റെ മരുമകളാ. അവളെ കാണാനാണ് ഞാൻ ഈ വന്നേക്കുന്നത്. ഇപ്പോൾ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. "അയ്യോ മാം എന്ന് വെയിറ്റ് ചെയ്യണം, പ്ലീസ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ വിളിക്കാം" എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. ഈ കസ്റ്റമറല്ല, ഏത് കസ്റ്റമറല്ല, നമ്മുടെ സ്റ്റാഫ് ശ്രുതി അടുത്തേക്ക് എന്നിട്ട് അത് പിന്നെ പുറത്ത് വേറെ ആരുമില്ല, വരുന്നിരിക്കുന്ന മാമിൻ്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട്. "എൻ്റെ അമ്മായിമ്മയോ?" "ആ മാമിൻ്റെ അമ്മായിമ്മയാണ് വന്നിരിക്കുന്നത്." "അതെ, ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുമോ? അയ്യോ ഇപ്പോൾ ഈ ഒന്നും ഇങ്ങോട്ട് കടത്തി വിടരുത്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം." വെയിറ്റ് അപ്പോഴത്തേക്ക് തന്നെ ഒരു സ്റ്റാഫ് ഇറങ്ങിപ്പോയി കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ ജീവനും ജീവിതവും പോയെന്ന് കൂട്ടി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? നമ്മുടെ ശ്രുതി പറഞ്ഞു, "അമ്മ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ അമ്മയോട് പറഞ്ഞത് വേണ്ട വേണ്ട വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും വന്നേനെ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ വിടിയിപ്പിച്ചേനെ. എൻ്റെ അമ്മായിമ്മ തനി സ്വഭാവം അറിയത്തില്ല അമ്മയ്ക്ക്. തള്ളയുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കത്തിയെടുത്ത് തന്നെ കുത്തിക്കൊല്ലും." "അയ്യോ കത്തിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ആരാന്നാ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? മോളെന്താ ഈ പറയുന്നത്?" "മോളല്ല പറഞ്ഞത്, മോളുടെ അമ്മ മഹിമ പാവമാണെന്നോ നീ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ." "പാവമ്മ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ കടയുടെ പേര് മാറ്റിയെന്ന് പറഞ്ഞാൽ എൻ്റെ തല വന്ന് തിന്നു കളയുന്ന തള്ള. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അല്ല, പുറകെ വശത്ത് വല്ല ഡോറും ഉണ്ടെങ്കിൽ ഞാൻ ആ വഴി പോയിക്കോളാം. പുറകുവശത്തെ ഡോറ് ഞാൻ പറയുന്നില്ല, ഭിത്തി തുളച്ച് അമ്മ പോകേണ്ട ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവളിങ്ങനെ നിൽക്കുന്ന. അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര കിടന്ന് പുറത്ത് കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴത്തേന് പറ്റും, "നിനക്ക് കാണണം, കയറി വരണം എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ ചന്ദ്ര ഇങ്ങ് കയറി വന്നു. കയറി വന്നതും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയാണെങ്കിലോ അമ്മേനെ മുഖത്ത് എന്തോ ഫേഷ്യലൊക്കെ തേച്ച് കണ്ണിൽ കുക്കുമ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കസ്റ്റമറിനെ ഇരുത്തിയേക്കുന്ന പോലെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കയറി വന്ന ഉടനെ, "അമ്മയായിരുന്നോ? അല്ല ആൻറ്റി ആയിരുന്നോ?" എന്നിങ്ങനെ ശ്രുതി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, "അത് ഞാനായിരുന്നു." "അല്ല, ഇപ്പം ഒരു പെൺകൊച്ചു വന്ന് പറഞ്ഞില്ലേ ഞാനായിരുന്നു." "അത് പിന്നെ
അമ്മയായിരുന്നു അല്ല, സോറി ആൻറ്റി ആയിരുന്നെന്നോ. എന്നോട് പറഞ്ഞില്ലായിരുന്നേ. എന്താ മോളെ കസ്റ്റമറിനെ നീ എന്താ മോളെ എന്നെ കയറ്റി വിടണ്ട എന്ന് പറഞ്ഞത്? അത് ആൻറ്റി ആണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അതെന്തെങ്കിലും ഒരു കസ്റ്റമർ ഇരിക്കുമ്പോൾ മറ്റു കസ്റ്റമർ കയറ്റി വിടാറില്ല. അങ്ങനെയാണ് നമ്മുടെ നിയമം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ആൻറ്റി ആൻറ്റി എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഓഹോ ദേ ഈ ബ്യൂട്ടി പാർലറിൻ്റെ പേരേ മാറ്റിയിട്ടുള്ളൂ. എൻ്റെ ബ്യൂട്ടി പാർലറിനൊന്നും കൂടി അല്ലേ ഇപ്പോൾ പിന്നെ എനിക്ക് വരേണ്ട ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. അത് മോളെ കുട്ടിക്കും പിന്നെ അറിയാലോ കഴിഞ്ഞ ദിവസം ആ ഭാമ പിടിച്ചിട്ട് എൻ്റെ ഒരു പരുവാക്കി. അത് പോട്ടെ ഇനിയിപ്പോൾ ഫംഗ്ഷന് വരാൻ പോവല്ലേ. അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒന്ന് പളപളാന്ന് തിളങ്ങണ്ടേ. അതിന് ചെറിയൊരു ഫേഷ്യലൊക്കെ ചെയ്ത് തരണം. മോളുടേതായ രീതിയിൽ നല്ലപോലെ വെട്ടം വെച്ച് മുഖം വെട്ടി തിളങ്ങാനുള്ള ഒരു ഫേഷ്യൽ. വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ. വർഷയുടെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ മോളുടെ അച്ഛനൊക്കെ വരത്തില്ലേ. അപ്പോൾ അമ്മയ്ക്ക് ഒരു കുറവുണ്ടാകാൻ പാടില്ലല്ലോ. അമ്മയ്ക്ക് ഒരു കുറവും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് മോളുടെ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നത്. ഏതായാലും നീ നല്ലൊരു ഫേഷ്യലൊക്കെ ഇട്ട് തരണേ എന്നിങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മേ, ഇരിക്കുക ഞാനിത് കഴിയുമ്പോഴത്തേക്കും ഇട്ട് തരാം എന്നിങ്ങനെ പറഞ്ഞു. അമ്മ എന്നല്ല ആൻറ്റി എന്നാട്ടോ വിളിക്കുന്നത്. പിന്നെ പെട്ടെന്ന് അമ്മ നമ്മളൊക്കെ എന്നാണല്ലോ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ പൂഴ്ത്തി പറയുന്നതൊക്കെ കേട്ട് പുതിയ കസ്റ്റമറാണ് എന്നിങ്ങനെ ചോദിപ്പിച്ചപ്പോൾ അതല്ല പുതിയ കസ്റ്റമർ എൻ്റെ മരുമകളാ. കുറിച്ച് അറിയില്ലല്ലോ. ഇവളുടെ ഒരു അടിപൊളി ബ്യൂട്ടീഷ്യനാണ്. ഇവള് കൈ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഉണ്ടല്ലോ ഇവിടെ തിളങ്ങും. മാത്രമല്ല മസാജൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറാ. ഇവളുടെ മസാജ് കണ്ടിട്ടുണ്ട് ഞാൻ വീണ് പോയത്. ഒരു ദിവസം ഇവളെ മസാജ് ചെയ്ത് അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇവളെൻ്റെ മരുമകളായിരിക്കും എന്ന്. പിന്നെ ഇവള് വലിയ പണമുള്ള വീട്ടിലാണ്. ദേ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ആളല്ല. ഇവളുടെ അച്ഛനങ്ങും മലേഷ്യയിലാണ്. എന്ത് ചെയ്യാനാ. പിന്നെ പിന്നെ ഇവളുടെ അമ്മ മരിച്ചുപോയി. ഇവൾക്ക് അമ്മയില്ല. ആരോടാ പറയുന്നത്? നമ്മുടെ ശ്രുതിയുടെ അമ്മയോടൊക്കെ തന്നെയാണ് പറയുന്നതെന്ന് ഓർത്തോണം. ഇത് കേട്ടതും ശ്രുതിയുടെ അമ്മയുടെ ചങ്ക് പൊളിഞ്ഞു പോയി കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഇവൾക്ക് അമ്മയില്ലെങ്കിൽ എന്താ, ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ടല്ലോ. ഇവളുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ എന്നെ അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് നല്ലതാ അങ്ങനെ ഉള്ളത്. നല്ലതാ അങ്ങനെ ഒരു അമ്മ ഇല്ലാത്തപ്പോൾ ഒരു അമ്മയെ കിട്ടുന്നത് നല്ലതല്ല എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പേടിയാവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായി തീരും എന്നൊന്നും അറിയില്ല. ഏകദേശം നാളെ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.